ഹലോ ഗായ്സ്, എൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വ്ളോഗ് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് എൻ്റെ ആദ്യത്തെ വ്ളോഗ് എന്നായിരിക്കും. ഇതെൻ്റെ ഭാര്യയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ആദ്യത്തെ വ്ളോഗ് എന്ന നിലയ്ക്ക് എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തരാം. അതുപോലെ തന്നെ ഇന്നൊരു അതിഥിയും കൂടെ ഉണ്ട് ഇവിടെ. അതിഥി എന്ന് പറയുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് നമ്മളൊരു ഫാമിലി മെമ്പർ പോലെ തന്നെയാണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ എല്ലാവരും ഉണ്ട്. ഇതാ അമ്മതാ. ഹായ്. ഒരു ഫാമിലി മെമ്പർ ഉണ്ട് പറഞ്ഞില്ലേ അവിടെ. ഇതാ ഫാത്തിമ പാത്തൊന്ന് വിളിക്കൂ. ഇല്ല, ഫാനൊന്നും പോവില്ല. ഇതാ നല്ല ഫസ്റ്റ് ബ്ലോഗാണ്. ഞാൻ ഫസ്റ്റ് തുടങ്ങിയല്ലേ. അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വിഷ്ണു പ്രസാദ് കെവിസ് യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. KP തൊണ്ടയിൽ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്. ഇല്ല പുകയൊന്നുമില്ല. ഇന്ന് പ്രോഗ്രാം ഉണ്ട് അവർക്ക്. ഇന്ന് നമുക്ക് വളാഞ്ചേരി സൂര്യല്ല, നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാഡമി ഓഫ് പാരാമെഡിക്കൽ കോളേജ് സയൻസ് കോളേജിലാണ് നമ്മുടെ പ്രോഗ്രാം. എന്തായാലും ഈ രണ്ട് മുഖങ്ങളും നമുക്ക് സുപരിചിതമായിരിക്കും അല്ലേ? മുഖം സുപരിചിതാണല്ലോ. ആണല്ലോ. നമ്മളൊക്കെ പാട്ടെടുത്ത് തരാം. പാടിടാൻ പറ്റുന്നില്ല. അടിച്ചുകൊണ്ട് ഏകദേശം 8 ഇട്ടു. ഒരു മാസം കൊണ്ട് ഒരു വർഷം കൊണ്ട് അതെ, ഞാൻ ആദ്യത്തെ ബ്ലോഗായിട്ട് തുടങ്ങുന്നതിന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അനിയൻ ഇമാജിൻ ദുബായ് KP എന്നുള്ളൊരു ഓഫീസൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലെന്തൊക്കെയുള്ളത് പറഞ്ഞത്? അതിലെല്ലാം ഉണ്ട്. അഡ്വർടൈസിംഗ് ഏജൻസി, ബ്രാൻഡിങ്, പോസ്റ്റർ, വീഡിയോ എഡിറ്റിംഗ്, അങ്ങനെ തുടങ്ങിയ എല്ലാ പരിപാടികളും കണ്ണു പൊത്താതെ ഫ്രീ ആയിട്ട്. ഉറക്കവേ ഓർക്കത്തിന് വീട്ടിലുള്ള വരവാണ്. ഫ്രീ ആയിട്ട് അല്ലാതെ ചെയ്തു കൊടുക്കുന്നതാണ്. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമാജിൻ ദുബായ് KP ബന്ധപ്പെടുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എങ്ങനെ ബാക്കി വിശേഷങ്ങളൊന്നും ഫസ്റ്റത്തെ ബ്ലോഗായിരുന്നു. എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ കുറെ പരിപാടികളായിട്ടാണ്. അപ്പൊ ഒരു മറ്റേ സ്കൂളിൽ പോ പണ്ട് സ്കൂൾ ഓർക്കുമല്ലേ, മഴക്കാലം കഴിഞ്ഞിട്ട് പരിചയപ്പെടുത്താം. അപ്പൊ ഒരു കാര്യം, ഞാൻ അച്ഛനും ചേക്കനും അവിടെ പോയി അറിയില്ല നോട്ടെ. അച്ഛൻ ഉണ്ടാവും മറത്തിരിക്കുന്നുണ്ട്. ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ അച്ഛൻ എന്താ പറയാനുള്ളത്? ചെക്കനെ കടി പോയി നൈതുട്ടാ. ഒരു ഹായ് പറഞ്ഞ എല്ലാവരോടും. എല്ലാവർക്കും സുഖമാണോ ചോദിക്കുക? അച്ഛൻ്റെ യൂട്യൂബേ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആ ലൈക്ക് ചെയ്യണം എന്ന് പറയൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറയൂ. ആ എല്ലാവർക്കും ടാറ്റ കൊടുത്താൽ ഒരു ഉമ്മ കൊടുത്താളാം, ഒരു പ്ലെയിൻ കിസ് കൊടുത്താളാം. ആ അപ്പോൾ എല്ലാവർക്കും ഓക്കെ. ഇവിടെ ഏലടയുടെ പ്രിപ്പറേഷൻ നടന്നുകൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരണ്ടല് നടന്നുകൊടുക്കുന്നുണ്ട്. സോറി ശർക്കര ചിരണ്ടുണ്ട്. തേങ്ങ നേരത്തെ അമ്മ ചിരണ്ടി വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ ചിരണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴേക്കും അമ്മ അതിൻ്റെ ഇടയിൽ കൂടെ ചിരണ്ടി ഒക്കെ റെഡിയാക്കി വെച്ചു. അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടന്നുകൊടുക്കുകയാണ്. ചായ ഉണ്ടാക്കിയോ? ഇതാട്ടോ അമ്മതോടെ മാവ് കുഴച്ചുകൊടുക്കുകയാണ്. ശർക്കര തേങ്ങ കുഴച്ച് വെച്ചു. ഇല റെഡിയാണ്. ഇതൊക്കെ പരത്തിയിട്ട് ഒന്നിച്ചയക്കിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ ഇലയുടെ നമുക്ക് ഷാറാക്കണം. തട്ടണം. എന്താ കണ്ടില്ലേ, നല്ല അത്തരത്തിലാണ്. കയ്യിനൊക്കെ എന്തായാലും നല്ല പണി വരട്ടെന്ന്. അപ്പോൾ പരത്തിൽ തുടങ്ങി. ഇലയിൽ പരത്തിട്ടോ മിക്സ് ചെയ്ത് പരത്തിൽ തുടങ്ങി. ഞാൻ നാളികേരം വാരിയിട്ട് നാളികേരം ശർക്കരയും കൂട്ടിയത്.
അത് ഡിപ്പാർട്ട്മെന്റ് അമ്മേൻ്റെ അമ്മ കൈകാര്യം ചെയ്യട്ടെ അവിടെ ഉണ്ട്. രണ്ടാളൊരു ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ പോയപ്പോ കൊണ്ടുവന്നതാ അതുകൊണ്ട് അമ്മ കുറെ ഇങ്ങനെ പറയുള്ളൂ ശർക്കര ഉണ്ടാക്കി അതൊന്നും എന്തായാലും അമ്മ സാധിച്ചെടുത്തു. എന്നാലും അമ്മേൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ എല്ലാവരും വെട്ടി കൊടുത്തു. ഒന്നും നോക്കിയില്ല, കുറച്ച് എല്ലാവരും കൊടുക്കും. ഇന്നലെ ഞങ്ങൾ അമ്മമ്മേരുടെ പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇലയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് സംഘടിപ്പിച്ചു. അപ്പം തന്നെ നാളെ എനിക്ക് പോകുമ്പോൾ നാളെ ഡ്യൂട്ടി ഉണ്ട്. അപ്പം തന്നെ ഞങ്ങൾ പിന്നെ ഇലയുടെയും കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. നാളെ അമ്മവും കുട്ടിയൊക്കെ വീട്ടിൽ പോവാണ്. അപ്പോൾ എന്തായാലും നാളെ ഇവരാരും ഉണ്ടാവില്ലല്ലോ, അപ്പം തന്നെ കൈകാര്യം ചെയ്തു. ആരും വന്നിട്ട് ആയതാണ് എടുത്തു വെച്ചു. ആയതായത് വെച്ചാൽ തീർന്നിട്ടല്ലോ. ഇനിയിപ്പോൾ അമ്മ മൂടി വയ്ക്കാൻ പോവാണ്. മൂടിയും തെരഞ്ഞ അമ്മ നടക്കുന്നുണ്ട്. ബാക്കിയുള്ള ഇവിടെ പരത്തിക്കൊണ്ട് വെക്കുകയാണ്. ഒരു നാളികേരം തരുന്നില്ല, നാളികേരം തരുന്നില്ല. പിന്നെ ബാക്കി അതിനുള്ള പണിക്ക് കിട്ടിയിട്ടുണ്ട്. നാളികേരം പൊട്ടിക്കൽ കഴിഞ്ഞു. ഞാൻ നാളികേരം ചിരകലാണ് എൻ്റെ ജോലി. ഞാൻ ചിരകി കൊടുത്താൽ ബാക്കിയുള്ള പരിപാടി മുന്നോട്ട് നീങ്ങും. അപ്പം ഞാൻ ചിരകി കൊടുക്കണം. വിഷ്ണുട്ടന് ഭയങ്കര വിഷമായിരുന്നു അമ്മ ചിരകിയപ്പോൾ. ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ എന്താ ചെയ്യാ, ആ തേങ്ങ തികഞ്ഞില്ല. ഞാൻ വെറുതെ രസത്തിന് പറഞ്ഞായിരുന്നു. കറക്റ്റാവും ചെയ്തു. കൊണ്ടിട്ടുണ്ടോ നിങ്ങളെ വിഷമോട് തീർത്ത് തരാ വിചാരിച്ചിട്ടാണ്. അതിനെന്താ കൊണ്ടോ ആ ചിരിയിലുണ്ടല്ലോ. അമ്മ വീണ്ടും തെങ്ങയും കൂടി പൊട്ടിച്ച് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും മനസ്സുഖം. ടാറ്റാ. ഞാൻ 5 മണി ഉറങ്ങി എണീറ്റ് വന്നു. എന്താ ഉറങ്ങി ചെക്കൻ ഇതിലേക്ക് നോക്കിക്കൊണ്ട് കയറി. ഒരു ഹായ് എടുത്താ, ഒരു ടാറ്റ എടുത്താ, എല്ലാവർക്കും ഒരു ഹായ് എടുത്താ. ഉറക്കത്തിൻ്റെ മപ്പ് കിട്ടില്ല. ഇന്നിവിടെ ഇലട ഉണ്ടാക്കണേ. ഇലട എനിക്ക് വേണോ? ഇലട ഇലട വേണോ? ഇലട വേണ്ടേ? ഉറക്കത്തിൻ്റെ ക്ഷീണത്തില്ല, ചുമയുണ്ട് തോന്നുന്നു. ആയിരിക്കട്ടെ നമ്മളെ പട്ടിക്കുട്ടി ജാനും. ഇനിയിപ്പോൾ അതിനൊന്ന് വിടണം. എന്തായാലും ഇലടേൻ്റെ പണി നടന്നുകൊടുക്കല്ലേ, അതിൻ്റെ ഇടയിൽ കൂടെ ജാനൊന്ന് വിടട്ടെ. എന്താ ടീച്ചന് ജാനു കൂടി നമ്മളെ അടുത്തേക്ക്. ഇതാണ് ജാനു. ജാനു ഇതൊന്നും ഇതൊക്കെ ഇതിനെ കണ്ടിട്ട് പരിക്കാറുണ്ട്. നെയ്തിട്ടിന്റെ മേത്തേക്ക് കയറണം എന്നാ പറയണത് ജാനു. കയറണോ? കയറണോ? ഡ്രസ്സൊക്കെ മാറ്റി വരുന്നുണ്ട്. ജാനുവിനെ കളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റി സുന്ദര കുട്ടപ്പനായി. നല്ല ആവി പറക്കണ ഇലേടാ. ഇന്ന് പറക്കും ഇത് കഴിച്ചിട്ട് ഞങ്ങളൊന്ന്. അമ്മയ്ക്കതാ മെയിനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇലയുടെ ഉണ്ടാക്കിയതൊക്കെ വാങ്ങിയിട്ടുണ്ടൊക്കെയാണ്. ഇനിയുണ്ടോ? ഒരു ട്രിപ്പും കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇലയുടെ കൊണ്ട് ആഘോഷമാണ് ഇവിടെ. ഇത് തിന്ന് മതിയാവും.
അല്ല ആയി ഒന്ന് നോക്കി നല്ല ചൂടാവും. കൂടെ ഉള്ളു ഇനി ഒരു വെച്ചാൽ കഴിഞ്ഞു. സുറുമയെഴുതിയ മിഴികളെ. നോക്കട്ടെ. ഓക്കെ അടുത്തോളാം. ഓക്കെ അതെ. അപ്പോൾ പാത്രം അടച്ചു വെച്ചു ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി വെന്തിട്ട് കാണാം. അങ്ങനെ ഇലയുടെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട് അതെ. ആ മുഴുവനായി. അതെ അതെ നമ്മള് കഴിക്കാൻ പോവാണ്. അല്ല ഇലയുടെ ടേസ്റ്റ് നല്ല ഉണ്ട്. ഇലയുടെ കട്ടൻ ചായ ഇതാ നൈറ്റ് വേബൊക്കെ ഇരുന്ന് കഴിഞ്ഞു കഴിക്കാൻ. ഇല വേണോ? ഓൻ ഇല വേണം പോലെ കഴിക്കാൻ. ഓനല്ലാതെ കഴിക്കാൻ പറ്റില്ല. അതെ ഇലയുടെ എന്ന് പറയുമ്പോൾ ഇലയല്ലേ. കഴിച്ചു നോക്കൂ എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയും ബേബിയെ. കഴിക്കൂ, ഒരു കഷ്ണം കഴിക്കൂ. ആ കഴിക്കൂ. അച്ചടി തരണോ ഒരു കഷ്ണം? മുറിച്ചെടുക്കൂതാ. ഇത് കഴിച്ചു നോക്കൂ എങ്ങനെയുണ്ട്. സൂപ്പറാണോ? ഇങ്ങനെ കാണിക്കുന്ന കൈ കൊണ്ട്? ആ സൂപ്പറാണ്. എന്താ അവസ്ഥ എലടേൻ്റെ? ആ ഇതാക്കണം. പ്രിപ്പറേഷനിൽ ഒരാൾ അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവർ രണ്ടാളും കൂടി ഉള്ള പ്രിപ്പറേഷനാണ്. നല്ല ചൂടുണ്ടെന്നൊക്കെ പറയണേ കിട്ടും. ഇലയുടെയും കട്ടൻ ചായ. അപ്പം ഞാനും കഴിക്കട്ടെ. അപ്പം ഇലയുടെയൊക്കെ വിശേഷങ്ങൾ കഴിഞ്ഞു. അപ്പം എല്ലാവരോടും ബൈ. ടാറ്റ കൊടുക്കും. ബൈ. ആ ഓക്കെ ബൈ ബൈ.